ഒരു ഓണസദ്യ എടുത്തോടാ. ഇപ്രാവശ്യത്തെ ഓണസദ്യ വയ്ക്കാൻ വേണ്ടിട്ട് ഞാൻ പോയി. സദ്യക്ക് പറഞ്ഞപ്പോ ആദ്യം കുറെ സ്വീറ്റ്സ് എല്ലാം കൊണ്ടുവരുന്നുണ്ട്. പലയിടത്തും പല രീതി ആയതുകൊണ്ട് എല്ലാം കൊണ്ടുവന്നതിന് ശേഷം ആയിരിക്കും ഫുഡെല്ലാം കൊണ്ടുവരുന്നത് എന്നുള്ളൊരു തിങ്കിലാണ് ഞാനുള്ളത്. അങ്ങനെ സ്വീറ്റ്സ് എല്ലാം വെച്ചതിന് ശേഷം ഒരു ഓളിക വെച്ചിട്ട് തന്നു. എന്റെ മുകളിലേക്ക് ബ്രെഡ് വിത്ത് ബനാന ഒരു സംഭവം വെച്ചു. കുറച്ച് കഴിയുമ്പോണ്ട് പപ്പടം വരുന്നത്. എന്നിട്ടാകുമ്പോൾ കുറച്ച് സമാധാനമായി. പിന്നെ എന്തോ ഒരു ഉണ്ട വരുന്ന പോലെ കണ്ടിട്ട് അതിലേക്ക് ഐസ്ക്രീമും വെച്ചു. എന്തുവായി ഓണസദ്യക്ക് പറഞ്ഞിട്ട് ഫുള്ള് സ്വീറ്റ്സ് എല്ലാം കൊണ്ടുവച്ചിട്ടില്ലേ. പിന്നെ ഉണ്ട് പായസം കൊണ്ടുവരുന്നത്. ഇതിൽ ആദ്യം ഇത് ട്രൈ ആക്കിയതിന് ശേഷം പിന്നെ ബേക്കാന്ന് വിചാരിച്ചു. തന്ന പായസത്തിന് ഐസ്ക്രീമിന്റെ മുകളിലേക്ക് ഇട്ടു. ഓണസദ്യ കഴിക്കാൻ വേണ്ടിട്ട് വന്ന എന്നെ ഫ്രൂട്ട് പോപ്സിലത്തെ ഓണസദ്യ എന്തെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മ ഓരോന്നായിട്ട് ട്രൈ ആക്കാന്ന് നമ്മളെ ഫ്രൂട്ട് പോപ്സിലെ ഓണസദ്യ സംഭവം എങ്ങനെയുണ്ട് നോക്കാം നമുക്ക്. നമ്മളെ അവിയല്, തോരന്, സാമ്പാർ എല്ലാം മിക്സ് ആക്കി ഇങ്ങനെ ഒരു പിടി ആ ബ്രെഡും പപ്പടം എല്ലാം മിക്സ് ആക്കിട്ടില്ലേ, ഐസ്ക്രീമിന്റെ മുകളിലേക്ക് ഒരു പിടി ഇങ്ങനെ പിടിച്ചില്ലേ. എന്തായാലും ഞാൻ പറഞ്ഞിട്ട് നഷ്ടമാവാം. ഒരു സ്പെഷ്യൽ ഐറ്റം. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് നഷ്ടമാവില്ല എന്നുള്ള ഉറപ്പ് ഞാൻ ഗ്യാരണ്ടി തരും. ഫ്രൂട്ട്സിന്റെ എല്ലാ ലൊക്കേഷനിലും ഈ ഒരു ഓണസദ്യ അവൈലബിൾ ആണ്. അപ്പൊ ഓണസദ്യ അല്ല, ഓൺ ഐസ്ക്രീം. അപ്പൊ എന്തായാലും ഇന്ന് വന്നിട്ട് ട്രൈ ആക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് കമന്റിൽ ഫീഡ്ബാക്ക് അറിയിക്കണം.